ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ക്രിസ്മസ് വരെ ഞാനിനി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആവും ഇടുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ട്രീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ കട്ടി കുറഞ്ഞ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഏത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇതേ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ ആണെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ട്രീയുടെ അടിഭാഗം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ അധികം വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്നത്, ചെറിയൊരു ട്രീ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതേ ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗത്ത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അടിഭാഗം കാണാത്ത രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ വലിയ ട്രീ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വലിയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇപ്പം ഞാനൊരു ചെറിയ ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസ് അടിയിൽ റൗണ്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീൻ കളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടിക്കാനായിട്ട് ഞാൻ വൂളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറുള്ള ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ത്രെഡ് ഇതിൽ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ താഴേന്ന് മുകളിലേക്കാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചെടുക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി നമുക്ക് തോന്നില്ല. ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇടയ്ക്കെങ്ങാനും ചെറിയൊരു ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് അതിന് ഫുള്ള് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത്ര ഒരു ബോറായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഫസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ത്രെഡ് ഫുള്ള് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചുരുട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ചുരുട്ടിയെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെറിയൊരു കമ്പിൻ്റെ പീസാണെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിലും നമ്മുടെ ട്രീയുടെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പം കമ്പിന് പകരം ഇതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് റോൾ ചെയ്തെടുത്തിട്ട് അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ റോൾ ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ പുറത്ത് ഞാനിതുപോലെ ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ ഗ്രീൻ കളർ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ പീസ് നന്നായിട്ടൊന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടേപ്പ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ട്രീയുടെ അടിഭാഗത്തായിട്ട് കറക്റ്റ് ഒരു സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ട്രീക്ക് ഒരു സ്റ്റാൻഡ് പോലെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ആ ട്രീ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ ജാമിൻ്റെ ഒരു ചെറിയ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ ടിന്ന് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങുമ്പോഴാണെങ്കിലും കിട്ടും. അപ്പോൾ അതാണെങ്കിലും ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ഒട്ടിച്ചു കൊടുത്ത ടിന്നിൽ എഴുത്തൊക്കെ ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബ്രൗൺ കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു മാലയുടെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതുപോലെ ട്രീയിലേക്ക് ഫുള്ളൊന്ന് ചുറ്റി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മാലയുടെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗോൾഡൻ്റെ ത്രെഡൊക്കെ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതുമല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന വീതി കുറഞ്ഞ ലേസുകൾ ഉണ്ടാവില്ലേ, അതാണെങ്കിലും ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ട്രീയുടെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുത്ത ആ ടിന്നിനുള്ളിൽ ഫുള്ളൊന്ന് ന്യൂസ് പേപ്പർ ഫില്ല് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതേ രീതിയിൽ അതിനുള്ളിൽ ഫുള്ള് ന്യൂസ് പേപ്പർ ഞാൻ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ട്രീയിൽ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. വെളുത്തുള്ളിയുടെ തൊലി ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലവറിന് റെഡ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 2-3 ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ പല കളറുള്ള ചെറിയ ചെറിയ ബോളുകളൊക്കെ യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ അതിന് പകരം ഞാൻ അലുമിനിയം ഫോയിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ചുരുട്ടി ചെറിയ ചെറിയ ബോളുകൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ചധികം ബോളുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഞാൻ ട്രീയിൽ ഒട്ടിക്കാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ 2-3 ഗിഫ്റ്റ് ബോക്സും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ചെറിയ ബോളുകളും ഫ്ലവറും ഒക്കെ ഒന്ന് ട്രീയിലേക്ക് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ട്രീയുടെ താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതുപോലെ ആ ബോളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ ഞാൻ ട്രീക്ക് ചുറ്റും ഇത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒട്ടിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഒട്ടിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ ബോളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ട്രീക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ബീഡ്സൊക്കെ ഞാൻ അവിടെ ഇവിടെ ആയിട്ടും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പല കളറുള്ള ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ട്രീയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അതിനുശേഷം ഞാൻ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ ചെറിയ ചെറിയ ബോളിന് ഞാനൊരു റെഡ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും കൊടുക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ബോളിന് മാത്രം ഒരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ഫുൾ അങ്ങോട്ട് സിൽവർ ആയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഫൈനലി ഞാൻ ട്രീയുടെ ഏറ്റവും മുകളിലും കൂടെ ചെറിയൊരു ബോളും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ട്രീയിൽ ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ ട്രീയുടെ താഴ്ഭാഗത്ത് ഞാനിതുപോലെ ടിന്നിനുള്ളിൽ ബോളുകളും ഫ്ലവറും ഒക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്രിസ്മസിനൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ട്രീ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.